ആത്മാവിൽ ആരാധിച്ചു. സ്തോത്രക്കാഴ്ച നേരമായപ്പോ അദ്ദേഹം സ്തോത്രം ഇതുപോലെയല്ല, ഇവിടെ സ്തോത്രക്കാഴ്ച പാത്രം വന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. പുള്ളി പ്രാർത്ഥിച്ച് സ്തോത്രക്കാഴ്ച പാത്രത്തെ വിട്ട് സ്തോത്രക്കാഴ്ച കളക്ട് ചെയ്ത സംഭവം തിരിച്ചു വന്നപ്പോ ഒരു സ്തോത്രക്കാഴ്ച പാത്രത്തിൽ ഭയങ്കര ഉണർവ്, അത് മാത്രം ചലിക്കുന്ന, ബാക്കിയുള്ളതെല്ലാം ഏകദേശം ഇതുപോലെ തന്നെ നിർജീവമായിരിക്കുമ്പോൾ അത് മാത്രം ചലിക്കുന്ന പുള്ളി ആ പാത്രത്തെ എടുത്ത് നോക്കിയപ്പോൾ ഇതെന്തിനാ ചലിക്കുന്നത്, ഇതിൽ മാത്രം ചലനം എന്താണ്? അപ്പോൾ കണ്ടു ഒരു തവളയെ ഒരുത്തൻ 2 കാലും കെട്ടി സ്തോത്രക്കാഴ്ച പാത്രത്തിൽ ഇട്ടേക്കുകയാണ്. ഒരു തവളയെ കെട്ടി സ്തോത്രക്കാഴ്ച പാത്രത്തിൽ ഇട്ടേക്കുകയാണ്. ആശാരി അല്ലയോ പുള്ളി? സ്തോത്രം അദ്ദേഹം ഉയർത്തിയിട്ട് പറഞ്ഞു, ദൈവമക്കളെ, ഒരുത്തനിതാ ദൈവത്തിന് തവളയെ കൊടുത്തിരിക്കുന്നു, നമുക്കവന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ തവളയെ ഉയർത്തിപ്പിടിച്ച മഹായോഗം പ്രാർത്ഥിച്ചു, തമ്പുരാനെ, നിനക്ക് വേണ്ടി ഒരുത്തനിതാ തവളയെ തന്നിരിക്കുന്നു, ഈ തവളയെ ഞാൻ അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുകയാണ്, യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. അതേ തിരുവനന്തപുരംകാരനായ ഒരു വല്ലാത്ത കുബുദ്ധി, സ്തോത്രം, അവനാണ് ഇത് കെട്ടിവിട്ടത്. അവന്റെ ഭാര്യ അന്ന് ഗർഭിണിയായിരുന്നു കേട്ടോ, അവന്റെ ഭാര്യ അന്ന് ഗർഭിണിയായിരുന്നു. 4 മാസം കൂടെ കഴിഞ്ഞപ്പോ ആ കുട്ടിയെ പ്രസവിച്ചു. സ്തോത്രം. അതെ, ആ കുട്ടിയെ പ്രസവിച്ച കണ്ണുണ്ട്, സ്തോത്രം, ചെവിയുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്. പക്ഷേ സ്തോത്രം 3 മാസമായി 6 മാസമായി ആ കുഞ്ഞ് സ്തോത്രം നേരെ കിടക്കത്തില്ല, തവള പോലെ കിടക്കത്തുള്ളൂ. ഓ കമോൺ, തവള പോലെ കിടക്കത്തുള്ളൂ. ആരെ പോലെ? തവള പോലെ കിടക്കത്തുള്ളൂ. തവള പോലെ കമന്നേ കിടക്കത്തുള്ളൂ. കട്ടക്കട ഞാൻ കാണിച്ചു തരാം. 53 വയസ്സ് പ്രായമുണ്ട് ആ ചെറുക്കന്, ഞാൻ പുരുഷന് ഇപ്പോഴും തവള പോലെ കിടക്കത്തുള്ളൂ. ഓർത്തോളണം. പൊളിറ്റിക്സ് കളിക്കുന്നവൻ ഇന്ന് രാത്രി നിർത്തിക്കൊള്ളണം. നീ എവിടെ ഇരുന്ന് ഓൺലൈൻ വാച്ച് ചെയ്താലും നിർത്തിക്കൊള്ളണം. എനിക്ക് കുമ്പനാണ് പിടി, എനിക്ക് പുനലൂരാണ് പിടി, സ്തോത്രം, എനിക്ക് മുളക്കുഴയാണ് പിടി എന്നല്ല നീ പറയേണ്ടത്. എൻ്റെ പിടി സൈഡിലല്ല, എൻ്റെ പിടി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മരണമില്ലാതെ ജീവിക്കുന്ന എൻ്റെ കർത്താവിനാണ് എനിക്ക് പിടി. നിർത്തിക്കൊള്ളണം യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. പൊളിറ്റിക്സ് ഇടതുപക്ഷ പാർട്ടിയിൽ നിർത്ത്, പൊളിറ്റിക്സ് വലതുപക്ഷത്തിൽ നിർത്ത്, പൊളിറ്റിക്സ് 3-ാം മുന്നണിയിൽ നിർത്ത്. നിനക്ക് പൊളിറ്റിക്സ് അല്ല വേണ്ടിയത്, നിനക്ക് ദൈവവചനമാണ് വേണ്ടിയത്. കമോൺ, യേശുവിന്റെ നാമത്തിൽ എല്ലാ പൊളിറ്റീഷ്യൻ ഇന്ന് രാത്രി പുറത്തു വന്നാട്ടെ. ദൈവസഭയ്ക്ക് ഇലക്ഷൻ അല്ല, ദൈവസഭയിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ സെലക്ഷൻ അത്രേ. മറ്റുള്ളവനെ പാര പണിയുന്നെങ്കിൽ